കർണാടകയിലെ ഷിലൂരിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ ദൗത്യം ഇന്ന് സൈന്യം ഏറ്റെടുക്കും. തിരച്ചിൽ കാര്യക്ഷമമല്ലെന്ന ആക്ഷേപമുയരുന്ന സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനത്തിന് സൈന്യം എത്തുന്നത്. ലക്ഷ്മിപ്രിയ ചേരുന്നു വിശദാംശങ്ങളുമായി. ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഈ 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനം. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? നിലവിൽ ഇപ്പോൾ സൈന്യം കൂടി ദൗത്യം ഏറ്റെടുത്ത് അർജുനായുള്ള തിരച്ചിൽ വ്യാപകമാക്കുമ്പോൾ പുറമേ ഉയരുന്ന ഒരു ആക്ഷേപം, ഈ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്നൊരു ആക്ഷേപം നേരത്തെ കുടുംബം ഉന്നയിച്ചിരുന്നു. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? തിരച്ചിൽ ഏത് ഘട്ടത്തിലാണ് ആരംഭിക്കുക? ഇന്നത്തോടുകൂടി ഈ രക്ഷാപ്രവർത്തനം കൃത്യമായ രീതിയിൽ ഏകോപിപ്പിക്കാനും അർജുനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുക? നന്ദു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൈന്യം ഈ ദൗത്യം ഏറ്റെടുത്തതോടെ കുടുംബക്കാർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്ന് തന്നെ അർജുനെ ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇവരുള്ളത്, കുടുംബമുള്ളത്. കഴിഞ്ഞ ദിവസം ഇവർ സൂചിപ്പിച്ചിരുന്നു, രക്ഷാദൗത്യം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് കുടുംബം കഴിഞ്ഞ ദിവസവും ഉന്നയിച്ചിരുന്നത്. ഇതുകൊണ്ട് തന്നെ സൈന്യം ഈ ഒരു രക്ഷാപ്രവർത്തനം എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ അർജുന്റെ കുടുംബം പ്രധാനമന്ത്രിക്ക് അതുപോലെ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട കത്തയച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ദൗത്യം സൈന്യം ഏറ്റെടുക്കുന്നത്. വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. ബെലഗാവിൽ നിന്നുള്ള 40 അംഗ സംഘമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നത്. കഴിഞ്ഞ ദിവസം പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഒരു രാത്രി 8:30 തന്നെ രക്ഷാദൗത്യം അവസാനിപ്പിച്ചിരുന്നു. ഇതിനെതിരെ അർജുന്റെ നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ തെരച്ചിൽ നിർത്തരുത്, തെരച്ചിൽ പുരോഗമിച്ച് അർജുനെ അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നത്. എന്നാൽ അതിന്റെ ഫലമായി തന്നെ ഇന്ന് സൈന്യം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് എത്തുകയാണ്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ജീവനോടെ തന്നെ അർജുനെ കാണാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും ഉള്ളത്. കഴിഞ്ഞ ദിവസവും ഈ ഒരു കാര്യം തന്നെയാണ് കുടുംബം ആവർത്തിക്കുന്നുണ്ടായിരുന്നത്. നന്ദു, തീർച്ചയായും ലക്ഷ്മി, മറ്റൊരു കാര്യമുള്ളത്, ഈ തുടക്കത്തിൽ ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മതിയായ രീതിയിലൊരു കാര്യക്ഷമമായൊരു തെരച്ചിൽ നടപടികളിലേക്ക് കടന്നിരുന്നില്ല. അത് മന്ദഗതിയിലായിരുന്നു തുടക്കത്തിലെ തെരച്ചിൽ എന്നൊക്കെയുള്ള വിമർശനം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നിലവിൽ ഈ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് കുടുംബമടക്കം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സൈന്യം കൂടി തെരച്ചിലിനായി ഇറങ്ങുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നന്ദു, ശരിയാണ് പറഞ്ഞത്. ഏതായാലും ഈ ഒരു പ്രതിഷേധത്തിനെല്ലാം ഫലം കണ്ടു എന്ന് തന്നെ വേണം കരുതാൻ. കാര്യം ഇപ്പോൾ സൈന്യം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തന്നെ കുടുംബം ആവശ്യപ്പെടുന്ന കാര്യമാണ് സൈന്യം ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങണം, തങ്ങളുടെ അർജുനെ തിരികെ കിട്ടണം എന്നുള്ള ആവശ്യം കൊണ്ട് തന്നെയാണ് കുടുംബവും ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു രക്ഷാദൗത്യം ഫലം കാണുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും ഉള്ളത്. ഈ ഒരു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടക്കാൻ തുടങ്ങിയത്. എന്നാൽ പ്രതികൂലമായി മഴയും എല്ലാം എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 8:30 ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും കൃത്യമായ തെരച്ചിൽ ഉണ്ടാകും. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് മഴയും മണ്ണിടിച്ചിലും ഒക്കെ തുടരുന്ന ഒരു സാഹചര്യം. അത് ഏത് തരത്തിലാകും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുക നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ? ഈ ഒരു 3-4 സിഗ്നലുകളാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഇന്ന് പരിശോധന നടത്തുന്നത്. എന്നാൽ ഈ ഒരു മഴയെല്ലാം മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു ദൗത്യം, ഈ ഒരു മഴ മാറി നിൽക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കുടുംബത്തിനുമുള്ളത്. ഏതായാലും ഇന്നത്തോടു കൂടി നമുക്ക് ഈ രക്ഷാദൗത്യം ഫലം കണ്ട് അർജുനെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. നാട്ടുകാരുടെയും കുടുംബത്തിൻ്റെയും എല്ലാം കേരളക്കാരുടെ ആകെ പ്രാർത്ഥനയാണ് അർജുനെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഫലം കാണുമെന്നാണ് പ്രതീക്ഷ. മഴ മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അർജുനെ അവിടെ നിന്ന് പുറത്തെത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദു,
തീർച്ചയായും ലക്ഷ്മി, മറ്റൊരു കാര്യം, ഈ കേരളത്തിൽ നിന്നുള്ള ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ കൃത്യമായ ഏകോപനമൊക്കെ നടക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നു. മറ്റ് നേതാക്കളൊക്കെ തന്നെ കൃത്യമായി ഈ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കർണാടക സർക്കാരുമായി ചേർന്ന് അവരുടെ കൃത്യമായ കൂടിയാലോചനകൾക്കൊക്കെ ശേഷം ഈ തിരച്ചിൽ കൃത്യമായ രീതിയിൽ നടത്താനുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു. പക്ഷേ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു തിരച്ചിൽ, അത് ഒരു മനുഷ്യജീവനാണ് ഈ മണ്ണിനടിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ അത്യാധുനിക സജ്ജീകരണങ്ങളൊക്കെ നിലവിലുള്ള സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസം, കാലവിളംബം ഉണ്ടാകുന്നത്? ഇപ്പോൾ അർജുൻ്റെ കുടുംബമായാലും ആരോപിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല, നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇപ്പോൾ അർജുൻ്റെ സഹോദരി, ഭർത്താവ് അടങ്ങി കുറച്ച് പേർ അങ്ങോട്ട് പോയിരുന്നു. എന്നാൽ അവരും പറയുന്ന കാര്യം ഇതാണ്: IAS ഓഫീസർ അല്ലെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരുമ്പോൾ മാത്രമാണ് കാര്യക്ഷമമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അല്ലെങ്കിൽ അവർ വല്ല റീൽസും കാര്യങ്ങളും കണ്ട് ഇരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം അടക്കം അവരുടെ കുടുംബം ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൈന്യം ഈ ഒരു രംഗത്ത് ഇറങ്ങണമെന്ന് കുടുംബം അത്രത്തോളം ആവശ്യപ്പെടാനുള്ള കാരണം. അപ്പോൾ സൈന്യം ഇറങ്ങിക്കഴിഞ്ഞാൽ അർജുനെ ജീവനോടെ അവിടെ നിന്ന് എടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത്. ഈ ഒരു രീതിയിലാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എല്ലാ നേതാക്കളെല്ലാവരും, അതായത് മുഖ്യമന്ത്രി, അതുപോലെ തന്നെ പ്രതിപക്ഷ എന്തായാലും വ്യക്തമാണ്, കർണാടകയിലെ ഷിലൂരിൽ മണ്ണിടിഞ്ഞ് വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. സൈന്യം ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ലക്ഷ്മിപ്രിയയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.